ഇതെന്താണ് ഐറ്റം എന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഒട്ടും മനസ്സിലായില്ല, തീരെ മനസ്സിലായില്ല. എന്നാ ബാ നമുക്ക് ഉണ്ടാക്കാം. പുറത്ത് നല്ല ചൂട് കൂടിയ സ്ഥിതിക്ക് ഇനി എന്തായാലും തണുത്തത് എന്തെങ്കിലും പരീക്ഷിച്ചിട്ടേ മതിയാവുള്ളൂ. നമ്മളാണെങ്കിൽ ഇപ്പോൾ ഡ്രിങ്ക് റെസിപ്പീസൊക്കെ ഉണ്ടാക്കൽ ഭയങ്കരമായിട്ട് കുറവാണ്. അപ്പോൾ എന്തെങ്കിലും തണുത്തത് കുടിക്കാനും വേണം, കുറച്ച് കഴിക്കാനും വേണം എന്നുള്ള നിൽക്കുമ്പോഴാണ് നമ്മളെ പൊരി കണ്ടത് കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പൊരിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടുനോക്കാത്ത ആൾക്കാരൊക്കെ പേജിൽ നോക്കി കണ്ടുനോക്കിക്കോളിട്ടോ. പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും നമ്മുടെ പഴം കൂടെ മിക്സ് ചെയ്തിട്ട് ഏതായാലും ഒരു പൊരി മിൽക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അവിൽ മിൽക്ക് അല്ല കേട്ടോ, സംഭവം പറയുകയാണെങ്കിൽ ഒക്കെ ഒരു അമ്മ പെറ്റളിയന്മാർ തന്നെ. പക്ഷെ കഴിക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള മാറ്റമൊക്കെ ഉണ്ട്. നല്ല തണുത്ത പാലും അതിൻ്റെ മേലെ ഈ ഒരു പൊരിയും കൂടെ വന്ന് കഴിക്കുമ്പോണ്ടല്ലോ, ഇതിൽ കൂടുതൽ ഇനി ഞാൻ എന്ത് പറയാനാ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയേണ്ടത് നിങ്ങളാണ്. സംഭവം കിടുക്കിയിട്ടുണ്ട്. ഈ ഒരു തണുത്ത പാലും ഈ ഒരു പൊരിയും സെറ്റ് തന്നെയാണ് കേട്ടോ. ഈ ഒരു റെസിപ്പി നമ്മൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന മക്കൾക്കും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പ്രത്യേകിച്ച് കുക്ക് ചെയ്യാനൊന്നുമില്ലല്ലോ. പിന്നെ നമ്മളെ പേജ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട കേട്ടോ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.